നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു തൂമ്പ ഉറപ്പിക്കാനോ ഒരു കോടാലി മുറുക്കാനോ ഒന്നും അറിയത്തില്ല. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ കൊല്ലന്മാരുടെ ഇടയ്ക്ക് പോയി നമ്മൾ ഈസി ആയിട്ട് മുറുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കൊല്ലന്മാരൊക്കെ അധികമില്ല. എന്നാൽ പോലും നമുക്കൊരു കോടാലിയോ തൂമ്പയോ ഒക്കെ പെട്ടെന്നൊന്ന് ഇളകി പോയി കഴിഞ്ഞാൽ മുറുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ആണ് ഞാൻ മുറുക്കുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുറുക്കാൻ പറ്റുള്ളൂ. അപ്പം മുറുക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു വണ്ണം വേണം. പക്ഷെ ഇത് തീർന്നു പോയതാണ്. 1 മീറ്ററെങ്കിലും നീളം വേണം. നമ്മൾ ഉരുമി റെഡിയാക്കി എടുക്കണം. നമ്മൾ കൈപിടി പിടിക്കുന്നത് നല്ല കൃത്യമായിട്ട് നല്ല ടൈറ്റാണ്. അപ്പൊ അല്പം കൂടെ നമുക്ക് ഇവിടെ ഉരുമിയൊക്കെ റെഡിയാക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്കിങ്ങനെ വാക്കത്തേക്ക് നമുക്ക് ഉരുമി നമുക്ക് റെഡിയാക്കാം. ഇത് മുറുക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ മുറുക്കണമെങ്കിൽ തന്നെ നമുക്ക് നിങ്ങൾ പറയും ഇവിടെ ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. ശരിയാണ്, ഇവിടെ ഉരുണ്ടിരിക്കുന്ന ഇതാണ് ഇരിക്കുന്നത്. അപ്പൊ ഉരുണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആപ്പ് വെക്കാനുള്ള ഇട കിട്ടിയില്ലെങ്കിൽ ഇത് മുറുകത്തില്ല. അപ്പൊ നമ്മളതിന് ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ 2 സൈഡും അല്പം ചെത്തിക്കളഞ്ഞു. ഇവിടെ മുതുവിന്റെ ഭാഗവും നമ്മൾ ചെത്തിക്കളയുന്നു. അതല്ല തൂമ്പയാണെങ്കിൽ ഇത് അടിവശത്തായിട്ട് നമ്മൾ ഇങ്ങനെ ചെത്തി വെക്കും. പുഴകൾ മുറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വട്ടക്കൈയാണേലും ഇതുപോലെ ഏത് കൈയാണെങ്കിലും നമ്മൾ അല്പം ഇവിടെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മുറുക്കേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് മുറുക്കുന്നതിനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ മുറുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പൂളുകൾ വേണം. അപ്പൊ എനിക്ക് നല്ല രീതിയിൽ പൂളുണ്ട്. എന്റെ നിലവിലുണ്ടായിരുന്ന ഈ മുളയുടെ പൂള് തീർന്നുപോയി. പൂള് നമുക്ക് എടുക്കാം. അപ്പൊ എടുക്കുന്ന പൂള് നല്ലതാണ്. ഏറ്റവും നല്ലത് തൂമ്പക്കായും കോടാലിക്കായും ഒക്കെ മുറുക്കാൻ നല്ലത് ഏറ്റവും നല്ലത് മുളയുടെ പൂളാണ്. അപ്പൊ ഈ പൂളുകൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം ആക്കണം. അപ്പൊ ഇതുപോലെ ഒരു തടിനെ വെച്ചിട്ട് നമ്മൾ ഈ പൂളുകൾ ആദ്യം 2 പൂളും ഇവിടെ ഇവിടെ 2 സൈഡിലായിട്ട് പൂളുകൾ വെക്കണം. അപ്പൊ എന്നെങ്കിൽ മാത്രമേ ഇത് മുറുകി കിട്ടത്തുള്ളൂ. അപ്പം ഈ പൂളുകൾ ഇങ്ങനെ 2 സൈഡിൽ നമ്മൾ ചെത്തി വെക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൂളുകൾ ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്യണം. കണ്ടോ, ഈസി പരിപാടിയാണ്. നമുക്കെല്ലാം ആർക്ക് വേണ്ടി ചെയ്യാവുന്ന കേസുള്ളൂ. പൂളുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ പൂള് ഇതാ ഇവിടെ വെച്ച് കൊടുക്കണം. ഇവിടെ അപ്പൊ ഈ പൂള് ലൂസാണ്, അല്പം ലൂസാണ്. അപ്പം അതിന് കണക്കായിട്ടുള്ള പൂള് നമ്മൾ ചെത്തി വെക്കണം. പൂള് ഞാൻ ചെത്താനുള്ള പൂള് എന്റെ കയ്യിലില്ല. എന്നാലും നിലവിലുള്ള പൂള് ഇത് ചെത്തി വെച്ചേക്കണം. പൂള് ചെത്തുമ്പോൾ നമ്മൾ അകത്തോട്ട് പിടിച്ചു വേണം ചെത്താൻ. മാത്രമല്ല മുളയുടെ പൂളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ആലകോ അങ്ങനത്തെ ഉള്ള വേണം. ഇത് നേരത്തെ ഈ കോടാലി ഉറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പൂള് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇതുപോലെ എല്ലാ പൂളുകളും കൃത്യമായിട്ട് ഇപ്പൊ ഉണ്ടോ. ഇപ്പൊ തന്നെ കോടാലി ഏകദേശം ഒന്ന് ഉറച്ചിരിക്കുക കേട്ടോ. അത് നമ്മൾ ഒന്ന് വെട്ടാനുള്ള പാങ്ങൊന്ന് നോക്കണം ഇങ്ങനെ. അപ്പൊ നമുക്ക് ഏകദേശം ആയത്തിൽ എത്ര വേണോ അത്ര നീളത്തിൽ വേണം ഇതിന്റെ കോടാലിക്കൈ വാങ്ങാൻ. ഇപ്പൊ കടകളിലൊക്കെ കോടാലിക്കൈ വാങ്ങാൻ നമുക്കിപ്പം വിറക് വിടേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ പറമ്പിൽ നിന്ന് ഉണങ്ങിയ ഒരു മഹാഗണിയുടെ കമ്പ് ഉണ്ടായിരുന്നു. ആ കമ്പിട്ടു. മഹാഗണിയുടെ കമ്പ് ഒരുമാതിരി നല്ലതാണ്. തൂമ്പക്കൈക്കും അതുപോലെ കോടാലിക്കൈക്കൊക്കെ അത്യാവശ്യം നല്ലതാണ് മഹാഗണിയുടെ കമ്പ്. ഇത് ഞാൻ മുറിച്ചെടുത്താണ്. അപ്പം നമുക്ക് ഇതാ ഈ ഇതുണ്ട് 3 പൂളും ഒരുപോലെ അടിച്ചു കൊടുക്കണം. ഇതോ. പക്ഷെ ഈ പൂളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീരെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകരുത്. ഇച്ചിരി ടൈറ്റായിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. എന്നെങ്കിൽ മാത്രമേ നമുക്കിത് റെഡിയായിട്ട് മുറുകത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചു കൊടുത്തോടിക്കണം. നമ്മളിതുപോലെ കല്ലെ വെച്ചിട്ട് ഇതുപോലെ ആക്കണം. ആപ്പ് പരമാവധി കയറിക്കോട്ടെ. എത്ര ആപ്പ് കയറാവോ അത്രയും നല്ലതാണ്. നല്ലൊരു ടൈറ്റാണ്. ബാക്കി നിൽക്കുന്ന ഭാഗം നമുക്ക് മുറിച്ച് കളയുന്നുണ്ടെങ്കിൽ വാക്കത്തേക്ക് വെട്ടാം. ഇങ്ങനെ വാക്കത്തേക്ക് വെട്ടിക്കളയാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു നമ്മളിങ്ങനെ വാക്കത്തേക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം. വാക്കത്തേക്ക് വെട്ടുമ്പോൾ ആപ്പ് ഇളവും. ആപ്പ് ഇളയിക്കും. നമ്മൾ വാക്കത്തേക്ക് വേണം. ആപ്പൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു ഈ വാള് പോയതാ. ഇത് റീപ്പർ ഇറക്കുന്ന വാളാ. 90 രൂപയുടെ. ഒരു ചെറിയ ഒരു ആപ്പ് കൂടെ കൊടുക്കും. അതുപോലെ ഇതുപോലെ വട്ടക്കൈക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ അളകിന്റെ വാരിക്ക് ഇങ്ങനെ അടിക്കണ്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ വെള്ളം ഒഴിക്കണം. പൂളൊന്ന്
ഉണങ്ങി കിടക്കുന്ന പൂളൊക്കെ ആണെങ്കിൽ നല്ല നനഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും. അതുപോലെ നമ്മൾ എപ്പോഴും മുളയുടെ പൂളാണ് ഏറ്റവും നല്ലത്. ഒരു വട്ടപ്പൂൾ വെക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ ഇതിന്റെ ഈ കൈപിടിയുടെ ഭാഗത്ത് നമുക്കൊന്ന് വാക്കത്തേക്ക് ഒന്ന് ഇരുന്ന് കിട്ടാം അല്ലേ. ഇത് വണ്ണം കുറയ്ക്കാൻ ഉള്ള കമ്പുകൾ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ കാർഷിക സംബന്ധമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.